കഴിഞ്ഞ 12 വർഷങ്ങളായി സന ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരിയും നിമിഷയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന സാമൂഹിക പ്രവർത്തകനും ഡൽഹി ഹൈക്കോടതിയിൽ അമ്മയ്ക്ക് മകളെ കാണാൻ സാഹചര്യം ഒരുക്കുവാൻ നിയോഗിക്കപ്പെട്ട സാമുവൽ ജെറോം ഭാസ്കരും മുംബൈ അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്നും യമനിലേക്ക് യാത്ര തിരിച്ചു. അഡ്വക്കേറ്റ് ദീപ ജോസഫ് വിദേശയാത്രയിലാണെങ്കിലും നിരന്തരം ഫോണിലൂടെ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. യൂറോപ്പിൽ സന്ദർശനത്തിനാണെങ്കിലും കാര്യങ്ങൾ വേഗത്തിലാക്കി ജീവകാരുണ്യ പ്രവർത്തകയും സുപ്രീം കോടതി അഭിഭാഷകയുമായ ദീപ ജോസഫിനെ പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അഭിനന്ദിച്ചു. സന ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കഴിഞ്ഞ 5 വർഷമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭിഭാഷക ദീപ ജോസഫാണ്. നിമിഷയെക്കുറിച്ച് 2019 ഒടുവിലാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് അറിയുന്നത്. ഉടൻ തന്നെ നിമിഷയുടെ അമ്മയെ കണ്ടുപിടിച്ചു. അവരുടെ കിഴക്കമ്പലത്തുള്ള വീട്ടിലെത്തി ഭർത്താവ് ടോമിയെ കണ്ടെത്തി മകൾ മിഷേലിനോട് സംസാരിച്ചു. ജയിലിലായിരിക്കുന്ന നിമിഷയോട് സംസാരിക്കാൻ ആരംഭിച്ചു. 2020 മാർച്ച് മാസത്തോടെ DMCയിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നു. അന്ന് DMCയിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, മുൻ രാജ്യസഭാ MP അൽഫോൺസ് കണ്ണന്താനം എന്നിവർ അംഗങ്ങളായിരുന്നു. പിന്നീട് നിമിഷയുടെ അഭിഭാഷകൻ അബ്ദുൽ കരീമിനെ കോൺടാക്ട് ചെയ്ത് ഓരോ ഫയൽ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് യമനിൽ ജോലി ചെയ്യുന്ന 2017 മുതൽ നിമിഷയുടെ മോചനത്തിന് ശ്രമിച്ചിരുന്ന സാമുവൽ ജെറോം ഭാസ്കരെ ഇവർ കണ്ടെത്തി. 2020 സെപ്റ്റംബറിൽ നിമിഷയുടെ ശിക്ഷാവിധി വന്നു. ഉടൻ തന്നെ അഡ്വക്കേറ്റ് ദീപ, സാമുവൽ ജെറോം എന്നിവർ ചേർന്ന് 2020 സെപ്റ്റംബർ 20 കോടതി വിധിയുടെ പകർപ്പിനുള്ള പണമടച്ച് അപ്പീലിനുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കി. പിന്നീട് ബാബു ജോണിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സേവ് നിമിഷപ്രിയ എന്ന കമ്മിറ്റിയുടെ ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം ഊർജിതമാക്കി. 2021 അപ്പീൽ കോടതി വിധി ശരിവെച്ചു ഹൈക്കോടതി വിധി വന്നു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ചിലവുകൾ വഹിച്ചു സുപ്രീം കോടതിയിൽ അപ്പീലിട്ടു. 2023 ഒക്ടോബറിൽ സുപ്രീം കോടതി വിധിയും മരണശിക്ഷയും ശരിവെച്ചു. സാമുവൽ ജെറോം ഭാസ്കറിന്റെ നേതൃത്വത്തിൽ പ്രീ നെഗോസിയേഷൻ ചർച്ച നടത്തി. നിമിഷയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചത് യമൻ സുപ്രീം കോടതി 2023 ഒക്ടോബർ ആദ്യവാരമാണ്. ഇനിയും ഒരു പ്രീ നെഗോസിയേഷൻ ചർച്ച നടന്നിട്ടില്ല. അത് നടക്കേണ്ടത് ഗോത്ര തലവന്മാർ തമ്മിലും മരിച്ച ആളുടെ കുടുംബവും തമ്മിലാണ്. അതിൽ ഇടപെടാൻ കഴിയുന്ന ആൾ നിമിഷയുടെ അറ്റോർണിയാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നിമിഷയുടെ അമ്മ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുള്ള സാമുവൽ ജെറോം ഭാസ്കരനാണ്. 2023 ഡിസംബർ 16 ഡൽഹി ഹൈക്കോടതിയിൽ അമ്മയ്ക്ക് പോകാൻ വിധിയുണ്ടായ കോടതി മുറിയിൽ അഡ്വക്കേറ്റ് ദീപയുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനോട് അമ്മയ്ക്ക് മകളെ ജയിലിൽ പോയി കാണാനുള്ള അനുമതിയും സൗകര്യവും ഏർപ്പാടാക്കാൻ വിധിച്ചിരുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങളും ആഭ്യന്തര യുദ്ധവും യുദ്ധസമാന സാഹചര്യവും നിമിത്തം സർക്കാരിന് പരിമിതികൾ ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചതുവഴി സാമുവൽ ജെറോം ഭാസ്കർക്കൊപ്പം പ്രേമകുമാരി യമനിൽ സന ജയിലിൽ പോയി മകളെ കാണട്ടെ എന്ന് ഹൈക്കോടതി വിധിച്ചു. യാത്രാ പേപ്പർ ശരിയാക്കി അഡ്വക്കേറ്റ് ദീപ ജോസഫ് കേരളത്തിലെത്തി. ഫെബ്രുവരി അവസാനം പ്രേമകുമാരിയുമായി കൂടിക്കാഴ്ച നടത്തി. അവർക്ക് യാത്രയ്ക്കുള്ള തുകയും സമ്മാനിച്ചാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഡൽഹിക്ക് മടങ്ങിയത്. ഗോത്ര തലവന്മാരുടെ ചർച്ചയിൽ കുടുംബത്തെ അനുനയിപ്പിച്ച് ബ്ലഡ് മണി സ്വീകരിക്കുവാൻ ഒരുക്കേണ്ടതുണ്ട്. ഇനിയുള്ള നാളുകൾ വളരെ നിർണായകമാണെന്നും ഒരു മകൾക്ക് അമ്മയെ മടക്കിക്കൊടുക്കാൻ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിക്കണമെന്നും നിമിഷയുടെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.